ഇറാനെ ഭസ്മമാക്കാനുള്ള ആക്രമണം തുടർന്ന ഇസ്രായേലും അമേരിക്കയും. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് കാർപ്പറ്റ് ബോംബിംഗ് നടത്തി ഇസ്രായേലിന്റെ അതിമാരകമായ ആക്രമണം. കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ബോംബ് വർഷം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലേക്കും ഇസ്രായേലി സേന നടത്തിയിരിക്കുന്നത്. ആയത്തുള്ള അലി ഖമനേയുടെ വധത്തിന് പിന്നാലെയും ഇറാനെ വിടാതെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും. ഇറാനിലെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ, ഇറാനിലെ ആണവ പ്ലാന്റുകൾ, ഇറാനിലെ ഡ്രോൺ നിർമ്മാണ ഫാക്ടറികൾ തുടങ്ങി എല്ലാ പ്രതിരോധ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആയത്തുള്ള അലി ഖമനേയിയെ വധിച്ചതിന് പിന്നാലെ ഇറാൻ ഇസ്രായേലിന് നേരെയും അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകൾക്ക് നേരെയും അമേരിക്കയുടെ പടക്കപ്പലുകൾക്ക് നേരെയും ഡ്രോൺ ആക്രമണങ്ങളും ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണങ്ങളും നടത്തിയിരുന്നു. ഇതിനോട് തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലേക്കും മറ്റ് തന്ത്രപ്രധാനമായ മേഖലകളിലേക്കും വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ടെഹ്റാനിലെയും പരിസര പ്രദേശങ്ങളിലെയും തന്ത്രപ്രധാനമായ നിരവധി കേന്ദ്രങ്ങൾ തകർന്നു തരിപ്പണമായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരമാണെങ്കിൽ കാർപ്പറ്റ് ബോംബിംഗ്, തുടർച്ചയായിട്ടുള്ള ബോംബ് സ്ഫോടനങ്ങളാണ് ഇപ്പോൾ ഇറാൻ്റെ തലസ്ഥാനത്തും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇറാനെ സമ്പൂർണ്ണമായി തീർക്കുക, ഇറാൻ്റെ ഭരണം അട്ടിമറിക്കുക, ഇറാൻ്റെ ഭരണത്തെ മാറ്റിമറിക്കുക, ഇതാണ് ഇസ്രായേൽ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്, അമേരിക്ക ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ആയത്തുള്ള അലി ഖമനേയി എന്ന 36 വർഷമായി ഇറാനെ അടക്കി ഭരിച്ച ആ ഒരു മനുഷ്യനിൽ നിന്ന് ഇറാൻ എന്ന രാജ്യത്തെ മോചിപ്പിക്കുക, മതഭരണകൂടത്തിൽ നിന്ന് ഇറാൻ എന്ന രാജ്യത്തെ മോചിപ്പിക്കുക, ഇതായിരുന്നു പ്രധാനമായും ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യമിട്ടത്. അതിൻ്റെ ആദ്യ ലക്ഷ്യ പൂർത്തീകരണം അവർ സാധ്യമാക്കിയിരിക്കുന്നു. ഇപ്പോഴിതാ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ്റെ തലസ്ഥാനത്തും പരിസരങ്ങളിലേക്കും തുടർച്ചയായിട്ടുള്ള ബോംബാക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇറാനാകട്ടെ കുവൈത്ത്, സൗദി, ബഹ്റൈൻ തുടങ്ങിയ അറബ് രാജ്യങ്ങളിലൊക്കെ തന്നെ ആക്രമണം നടത്തുന്നു. ഈ രാജ്യങ്ങളൊന്നും തന്നെ യുദ്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്ക് വഹിച്ച രാജ്യങ്ങളല്ല, മറിച്ച് ഇവർക്ക് അമേരിക്കയുമായി ബന്ധമുണ്ട് എന്നുള്ള ഒറ്റ കുറ്റത്തിലാണ് ഇറാൻ ഈ രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നത്. സൗദി ആകട്ടെ, കുവൈത്ത് ആകട്ടെ, അതുപോലെ തന്നെ ബഹ്റൈൻ ആകട്ടെ, അതുപോലെ ഖത്തർ ആകട്ടെ, ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഇതിൽ നിരപരാധികളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ടും ആ രാജ്യങ്ങളിലേക്ക് ഇറാൻ യാതൊരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവുമില്ലാത്ത ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതിന് ഇറാന് തിരിച്ചടി കിട്ടിയേ തീരൂ. ആ തിരിച്ചടിയാണിപ്പോൾ ഇസ്രായേൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇറാനിലേക്ക് അതിഭീകരമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിടുകയാണ് ഇസ്രായേൽ. ഇനി ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചിട്ടും ഞങ്ങൾ അടങ്ങുന്നില്ല, ഇറാൻ എന്ന രാജ്യത്തെ പരിപൂർണമായും സമ്പൂർണമായും ഇല്ലാതാക്കിയ ശേഷം മാത്രമേ ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുള്ളൂ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇറാനെ ആക്രമിച്ച് അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ. ഇറാനിലേക്ക് മാരകമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാർപ്പറ്റ് ബോംബുകൾ കഴിഞ്ഞ ദിവസം ടെഹ്റാനിലെ ആയത്തുള്ള അലി ഖമനേയിയുടെ കൊട്ടാരത്തിന് നേരെ 30 ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് വിക്ഷേപിച്ചതെങ്കിൽ ഇപ്പോൾ ഇതാ കാർപ്പറ്റ് ബോംബുകൾ ടെഹ്റാനിലും പരിസരങ്ങളിലും വിക്ഷേപിച്ചിരിക്കുന്നു ഇസ്രായേൽ എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇനി ഇസ്രായേലിൻ്റെ പ്രതികാരാഗ്നിയിൽ നിന്ന് പുറത്തു കടക്കാൻ ഇറാൻ ആകില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇസ്രായേലിൻ്റെ പ്രതികാര ജ്വാലയിൽ നിന്ന് പുറത്തു കടക്കാൻ ഇറാന് കഴിയില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇസ്രായേലിൻ്റെ ആക്രമണത്തെ ചെറുക്കാൻ കഴിയാതെ ഇറാൻ നിലംപരിശാകുന്ന കാഴ്ചകളാണിപ്പോൾ പുറത്തു വരുന്നത്, അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്.